പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എപ്പോൾ ആയാലും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ അവസാനം പറയാമെന്ന് വിചാരിക്കുമ്പോൾ മറന്നു പോവും, ഓരോ വിഷയങ്ങളിങ്ങനെ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ന് നേരത്തെ പറഞ്ഞെന്ന് മാത്രം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചുന്ദരി വാവയെക്കുറിച്ചും ആ വാവയുടെ അമ്മയെക്കുറിച്ചുമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു മോളെയും അമ്മയും അറിയാത്ത മലയാളികൾ ഒരുപക്ഷെ ചുരുക്കമായിരിക്കും. കോഴിക്കോട്ടുകാരാണ് ഇവർ. ഇസമോളുടെ അമ്മയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഇസമോളെ കണ്ടിട്ടാണ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഇസമോൾക്കൊരു വയസ്സൊക്കെ തികയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസമോളുടെ ഈ അടുത്ത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അല്ലാ അല്ലാ എന്ന് പറയുന്ന ഒരു വീഡിയോ. അതിനുശേഷം ഇവർക്ക് ഭയങ്കര സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ഈ ഒരു അമ്മ നേരിടുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുടുംബം നേരിടുന്നത് എന്ന് പറയാം. പല കമൻറ്റുകളും ഞാൻ കാണാറുണ്ട്. കാരണം നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിച്ച് ഇവരെ ചീത്ത പറയുന്ന തരത്തിൽ പല വർഗീയവാദികളും കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്തിടെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ മകൻ്റെ ഒരു പ്രസ്താവന, മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞു, വളരെ ലാഘവത്തോടെ പറഞ്ഞു. അതിനേക്കാട്ടിലും എളുപ്പമായിട്ട് മാപ്പും പറഞ്ഞു. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ പ്രശ്നമില്ല. കാരണം വിവരക്കേട് ഒരു കുറ്റമല്ലല്ലോ. എന്നാൽ ഇതുപോലെയുള്ള വിവരക്കേടുകളായിരിക്കും നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ കൺട്രോള് നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരാനോ ഒക്കെ സാധ്യതയുണ്ട് വിശ്വാസത്തെ പരിഹസിക്കുക എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പരസ്പരം ക്ഷമ കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും വലിയൊരാൾ, നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷൻ വളരെ പബ്ലിക്കായിട്ട് ചാനലിൻ്റെ മുന്നിൽ നിന്ന് മുസ്ലിങ്ങളെ ചീത്ത പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു അമ്മയും മകളും. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോയും വൈറലായത്. അല്ലാ അല്ലാ എന്ന് പറയുന്നത്. അത് വളരെ സന്തോഷത്തോടെ ഈ ഒരു കുട്ടി പറയുകയും ഈ അമ്മ അത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെയൊക്കെ കാണിച്ചു തരികയും ചെയ്ത ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ ഈ ഒരു അമ്മ തട്ടൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനൊക്കെ എല്ലാവരും ഇവരെ കുറ്റം പറയാറുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർ. അവരുടെ വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. ഇതിന് മുൻപ് അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇസമോളുടെ അമ്മയും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ സ്വന്തം വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസങ്ങളെ മാനിക്കുന്നവരും കൂടിയാണ്. നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം. ശരിക്കും ഇതൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഫോളോ ചെയ്യുക, അതോടൊപ്പം മറ്റ് മതസ്ഥരെ ബഹുമാനിക്കാനും കൂടെ നമ്മൾ പഠിക്കണം. ഈ ഒരു കുഞ്ഞു കുട്ടി നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഈ സമാധി വിഷയത്തിലൊക്കെ മുസ്ലിങ്ങൾ നേരിട്ടൊരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിവരക്കേട് ഒരു കുറ്റമല്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സമയത്താണ് ഈ ഒരു പിഞ്ചു കുട്ടി അല്ലാ അല്ല എന്ന് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി പറയുന്നത്. ഇസമോളുടെ അമ്മ, ഞാൻ കുറ്റം പറയുന്നതല്ല, ഇസമോളുടെ അമ്മ, അവർക്ക് അല്ല എന്ന് അക്ഷരസ്ഫുടതയോടെ ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളും നല്ലവരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള അയൽവാസികൾക്കൊന്നും ഒരുപക്ഷെ ഭൂരിഭാഗം ഹിന്ദു സഹോദരന്മാർക്ക് അല്ല എന്ന അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചരിക്കാൻ സാധിക്കാറില്ല. അത് അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അത് അറബി പഠിക്കുകയാണെങ്കിൽ അത് ശരിയാവും. പക്ഷേ അത് കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ഈ ഒരു കുട്ടി, ഒരു കുഞ്ഞു വാവ അല്ലാ എന്ന് വളരെ കൃത്യമായിട്ട് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് എൻ്റെ ഒരു വിശ്വാസത്തിലുള്ള ഞാൻ ആരാധിക്കുന്ന ദൈവമായ അള്ളാഹുവിനെ ഈ ഒരു കുട്ടി സ്നേഹത്തോടെ ഉച്ചരിച്ചത് കൊണ്ടുള്ള സന്തോഷം മാത്രമല്ല, ഇങ്ങനെ ഒരു വർഗീയത, ബുദ്ധി വിവരമുള്ള ആൾക്കാർ തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോലും വർഗീയത പറഞ്ഞ് വോട്ട് ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ്, ഭാരതമാതാവിൻ്റെ മകൾ എന്ന് തന്നെ ഈ ഒരു ഇസമോളെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കുട്ടി വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ രസകരമായിട്ട് മതസൗഹാർദ്ദം
നമുക്ക് കാണിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇസമോളുടെ കുടുംബത്തോടൊക്കെ ഞാൻ അതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇസമോൾ ശരിക്കും നമുക്ക് മാതൃകയാക്കാനുള്ള, ഈ ഒരു കുഞ്ഞു വാവയിലൂടെ നമ്മുടെ രാജ്യത്തിന് മാതൃകയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുഞ്ഞു വാവ നമുക്ക് കാണിച്ചു തന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ.